അതിനുള്ളിൽ ചിന്തിച്ചാൽ സാധാരണ നമുക്ക് വിഷമം വരികയും സന്തോഷം വരികയും ചെയ്യേണ്ടത് എപ്പോഴാണ്? ഒരുപാട് മനുഷ്യരിൽ നല്ല ഭക്തി കാണുമ്പോൾ, ആളുകൾ തന്റെ വിശ്വാസ പ്രമാണങ്ങളെ ഒരുപാട് പുകഴ്ത്തി പറയുമ്പോൾ, അപ്പാ നീ ഒരു മുസ്ലിമാ അല്ലെ, ആ നല്ലതാണ് ഇസ്ലാം, നിന്റെ പ്രവൃത്തിയിൽ നിന്ന് ഞാൻ ഇസ്ലാമിനെ അറിയുന്നു, അത് നല്ല അനുഭവമാണ്, എനിക്ക് കുറെ മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അവർ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അല്ലെ ഹിന്ദുക്കളാണെങ്കിൽ അതുപോലെ തന്നെ ഹിന്ദുമതം, അതിന്റെ ഒരു സഹിഷ്ണുത, അതിന്റെ ഒരു ഭംഗി. ക്രൈസ്തവ മതമാണെങ്കിൽ അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് ഒരു വിശ്വാസികൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അവർക്ക് നിരാശ തോന്നുന്നപ്പോഴാണ് ഒരാളിനെ മതം നോക്കി ആക്രമിക്കുക, ഒരു മതത്തെ ഇല്ലാതാക്കുക, ഒരു മതത്തിനെതിരെ ആസൂത്രിതമായ സംഗതി കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ ഈ സമുദായ സംഘടനകൾ, പ്രത്യേകിച്ച് ഈ ഷജറ എന്നൊക്കെ പറയുന്ന വിഭാഗക്കാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് കാശ് വരുമ്പോഴാണ്. അതിലെ പരൽമീനുകളെല്ലാം തുള്ളിക്കളിക്കുക. അതായത് 30 കോടി വന്നേ 30 കോടി വന്നേ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പൊ അവര് നോക്കുമ്പോൾ ഈ 30 കോടിയൊക്കെ വലിയ കാര്യമെന്നാണ് വിചാരിക്കുന്നത്. ഫ്ലാഷ് ബാക്ക്. ആ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടീസാണ് കണ്ടത്. ആ നോട്ടീസിൽ പറയുന്നത് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ ഉത്തരമായി 100ന്റെ നിറവിലെത്തുകയാണ് സമസ്ത. നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ടുകാലം നമ്മൾ നേരിട്ടനുഭവിച്ച നന്മയുടെ തുടർച്ചയും വിപുലീകരണവും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നൂറ്റാണ്ട് എത്ര വലിയ യന്ത്രവും എത്ര വലിയ ഉപകരണങ്ങളും ഇന്ധനം കട്ട് ചെയ്താൽ നിശ്ചലമാകും. എത്ര ഒച്ചയോടെ, അഹങ്കാരത്തോടെ, കരുത്തോടെ, ബലത്തോടെ തങ്ങളുടെ ശക്തിയും വലിപ്പത്തിനേക്കാളും വലിയ വലിപ്പവും വേഗതയും ഒക്കെ കാണിച്ചു പോയാലും ആ ഫ്യൂവൽ പമ്പ് അങ്ങ് ടൈറ്റ് ചെയ്താൽ ഈ പണി അങ്ങ് നിൽക്കും.